ഹിമാലയൻ മലനിരയിലെ അസ്ഥികൂടങ്ങളുടെ തടാകത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. രൂപ്കുണ്ട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 16,500 അടി ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 8 മാസത്തോളം മഞ്ഞ് മൂടിക്കിടക്കുന്ന തികച്ചും ഒറ്റപ്പെട്ട ഒരു തടാകമാണിത്. ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള മനുഷ്യവാസം എന്ന് പറയുന്നത് ഏകദേശം 5 ദിവസം അകലെയുള്ള ചമോലി എന്ന ചെറിയ ഒരു ഗ്രാമമാണ്. വർഷത്തിൽ അവിടെയും ഇവിടെയും കിട്ടുന്ന ചൂടുകാലത്ത് ചുറ്റുമുള്ള മഞ്ഞൊക്കെ ഉരുകുമ്പോഴാണ് രൂപ്കുണ്ട് തടാകത്തിൻ്റെ യഥാർത്ഥ മുഖം തെളിയുന്നത്. അതെ, ഏകദേശം 200ഓളം വരുന്ന ആൾക്കാരുടെ അസ്ഥികൂടങ്ങൾ നിറഞ്ഞ ഒരു തടാകം. 1942 HK മധുവാൾ എന്ന ഇന്ത്യൻ ഫോറസ്റ്റ് ഒഫീഷ്യലാണ് ഈ അസ്ഥികൂടങ്ങൾ ആദ്യമായി കാണുന്നത്. അന്ന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇത് വേൾഡ് വാർ 2 സമയത്ത് ആ വഴി പോയ ജാപ്പനീസ് സോൾജേഴ്സിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ 2003 നടന്ന ഒരു പഠനത്തിൽ ഈ അസ്ഥികൂടങ്ങൾ ഇന്ത്യൻ വംശജരുടെ ആണെന്ന് തെളിയിച്ചു. എന്നാൽ അതിൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് അന്ന് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഈ അസ്ഥികൂടങ്ങളെ ചുറ്റിപ്പറ്റി ഓരോരോ കഥകൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ 2013 നടത്തിയ ഒരു പഠനത്തിൽ ഈ അവശിഷ്ടങ്ങൾ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഇന്ത്യൻ ട്രൈബിലെ അംഗങ്ങളുടേതാണെന്നാണ് കണ്ടെത്തിയത്. രൂപ്കുണ്ട് തടാകം ഉത്തരാഖണ്ഡിലെ നന്ദാദേവി അമ്പലത്തിലേക്കുള്ള വഴിയിലായതുകൊണ്ട് തന്നെ നന്ദാദേവിരാജ് ഝട്ടിനു വേണ്ടി പോയവരാകാം ഇവർ എന്നും പറയുന്നു. എന്നാൽ ഈ അടുത്ത് നടത്തിയ ഒരു പഠനം പറയുന്നത് ഇവരൊക്കെ പല വർഷങ്ങളിലായി മരിച്ച യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും വന്നവരാണെന്നാണ്. അന്നത്തെ കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രൂപ്കുണ്ട് തടാകം വഴി നന്ദാദേവി അമ്പലം സന്ദർശിക്കാൻ യൂറോപ്പിൽ നിന്നും ആളുകൾ എത്തുക എന്ന് പറയുന്നത് അത്ര സാധ്യമുള്ള കാര്യമല്ല. അങ്ങനെ കഥകൾ ഒട്ടനവധിയാണ്. റിസർച്ചേഴ്സ് ഇന്നും വ്യക്തമായ ഒരു ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നു. നിഗൂഢതകൾ നിറഞ്ഞ രൂപ്കുണ്ട് തടാകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?